നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാപ്രവചനം 27-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ യഹോവെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, നീ കയറും നുകവും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക. പിന്നെ അവയെ യഹൂദ രാജാവായ സെദെക്കിയാവിന്റെ അടുക്കൽ വരുന്ന ദൂതന്മാരുടെ കയ്യിൽ ഏദോം രാജാവിനും മോവാബ് രാജാവിനും അമ്മോന്യരുടെ രാജാവിനും സോർ രാജാവിനും സീദോൻ രാജാവിനും കൊടുത്തയച്ച് തങ്ങളുടെ യജമാനന്മാരോട് പറവാൻ നീ അവരോട് കൽപ്പിക്കേണ്ടത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ യജമാനന്മാരോട് ഇപ്രകാരം പറവീൻ, ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യരെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ബോധിച്ചവന് ഞാൻ അത് കൊടുക്കും. ഇപ്പോഴോ ഞാൻ ഈ ദേശങ്ങളെയൊക്കെയും എൻ്റെ ദാസനായ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. സകല ജാതികളും അവനെയും അവൻ്റെ മകനെയും മകൻ്റെ മകനെയും അവൻ്റെ ദേശത്തിലെ കാലാവധി ആകുവോളം സേവിക്കും. അതിനുശേഷം അനേകം ജാതികളും വലിയ രാജാക്കളും അവനെക്കൊണ്ടും സേവ ചെയ്യിക്കും. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ സേവിക്കുകയോ ബാബേൽ രാജാവിന്റെ നുകത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തുകയോ ചെയ്യാത്ത ജാതിയെയും രാജ്യത്തെയും ഞാൻ അവന്റെ കൈകൊണ്ട് അവരെ മുടിച്ചു കളയും വരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ ശകുനവാദികൾക്കും ക്ഷുദ്രക്കാർക്കും ചെവി കൊടുക്കരുത്. നിങ്ങളെ നിങ്ങളുടെ ദേശത്തു നിന്ന് അകറ്റിക്കളവാനും ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ നശിച്ചു പോകുവാനും ഇടയാകത്തക്കവണ്ണം അവർ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്നു. എന്നാൽ ബാബേൽ രാജാവിൻ്റെ നുകത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെ സേവിക്കുന്ന ജാതിയെ ഞാൻ അവരുടെ ദേശത്ത് തന്നെ വസിക്കുമാറാക്കും. അവർ അതിൽ കൃഷി ചെയ്ത് അവിടെ പാർക്കും എന്ന് യഹോവയുടെ അരുളപ്രകാരം. ഞാൻ അങ്ങനെ തന്നെ യഹൂദ രാജാവായ സെദെക്കിയാവോടും പ്രസ്താവിച്ചെന്തെന്നാൽ, നിങ്ങൾ ബാബേൽ രാജാവിൻ്റെ നുകത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെയും അവൻ്റെ ജനത്തെയും സേവിച്ച് ജീവിച്ചു കൊള്ളുവീൻ. ബാബേൽ രാജാവിനെ സേവിക്കാത്ത ജാതിയെ കുറിച്ച് യഹോവ അരുളി ചെയ്തതുപോലെ നീയും നിന്റെ പ്രജകളും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കുന്നത് എന്തിന്? ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നെബൂഖദ്നേസർ യഹൂദയിലെ യോശിയാ രാജാവിൻ്റെ മകനായ യഹോയാക്കീമിൻ്റെ മകൻ യെഖന്യാവെയും യെരുശലേമിലെ കുലീനന്മാരെയും ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവർ യെരുശലേം ദേവാലയത്തിലെ വിലപ്പെട്ടതെല്ലാം കൊണ്ടുപോയി. സ്തംഭങ്ങളും താമ്രക്കടലും പീഠങ്ങളും മാത്രമാണ് ശേഷിച്ചിരുന്നതെന്ന് 20-ാം വാക്യത്തിലുണ്ട്. 16-ാം വാക്യത്തിൽ വായിക്കുന്ന, എന്നാൽ യെരുശലേമിലെ കള്ളപ്രവാചകന്മാർ രാജാവിനോടും പുരോഹിതന്മാരോടും ജനത്തോടും പ്രവചിച്ചത് ഒട്ടും വൈകാതെ ബാബേൽ രാജാവ് ദേവാലയത്തിലെ സാധനങ്ങൾ മടക്കിക്കൊണ്ടുവരും എന്നായിരുന്നു. യിരെമ്യാ പ്രവചിച്ചത് ദേവാലയത്തിൽ ബാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൂടെ ബാബേൽ രാജാവ് കൊണ്ടുപോകും. ഇത് ദൈവം അനുവദിച്ചിട്ടാണ് എന്നാണ്. അതുകൊണ്ട് ബാബേൽ രാജാവിന് കീഴ്പ്പെടുന്നതാണ് ദൈവഹിതം. ഒരു കയറും നുകവും ഉണ്ടാക്കി യഹൂദ രാജാവിൻ്റെ സന്നിധിയിലെത്തി യഹൂദ രാജാവിന് അത് കൊടുക്കണം. യഹൂദ രാജാവിനെ കാണാൻ വരുന്ന മറ്റ് അയൽ രാജ്യങ്ങളിലെ ദൂതന്മാരുടെ കയ്യിൽ അത് ആ രാജാക്കന്മാർക്ക് കൊടുത്തു വിടണം. എന്നിട്ട് അവരോട് പറയണം, നിങ്ങൾ ബാബേൽ രാജാവിന് കീഴടങ്ങുക, എങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകും. അല്ല, നിങ്ങൾ മത്സരിക്കാനും യുദ്ധം ചെയ്യാനാണ് ഭാവമെങ്കിൽ തീർച്ചയായിട്ടും വാളും ക്ഷാമവും മഹാമാരിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്
എന്ന് യിരെമ്യാവ് ദൈവം പറഞ്ഞത് അറിയിക്കാനും ചെയ്യാനും ഇടയായി. പക്ഷേ ഇക്കാര്യം ഇസ്രായേൽ മക്കളുടെ ബുദ്ധിക്ക് അതീതമായിരുന്നു. ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിലും അവസാനം അവർക്ക് ശത്രുക്കളുടെ മേൽ ജയം നൽകിയിട്ടുണ്ട്. അത് ആവർത്തിക്കപ്പെടുമെന്നാണ്. മിസ്രയീമിൽ ഫറവോന്റെ മേൽ ദൈവം വിജയം നൽകി. വന്ന വഴിക്ക് ബാശാൻ രാജാവ് ഓഗ്, ഹെശ്ബോൻ രാജാവ് സീഗോൻ അവരുടെ മേലൊക്കെ വിജയം നൽകി. കനാൻ നാട്ടിലെ വളരെയേറെ രാജാക്കന്മാരുടെ മേൽ ജയം നൽകി. പിന്നീട് കനാൻ നാട്ടില് ന്യായാധിപന്മാരുടെ കാലത്ത് വലിയ വിജയങ്ങൾ, ദാവീദിന്റെ കാലത്ത് വലിയ വിജയങ്ങൾ, പിന്നെ പല രാജാക്കന്മാരുടെയും കാലത്ത്, ഹിസ്കിയാവിൻ്റെയൊക്കെ കാലത്തും ഒക്കെ വലിയ വിജയങ്ങളാണ് ദൈവം അവർക്ക് നൽകിയത്. തീർച്ചയായിട്ടും പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് ദൈവം ഒരിക്കലും ഈ ദേവാലയം ഇടിച്ചു കളയാനും ചുട്ട് കളയാനും ഇവിടുത്തെ ആളുകളെ മൊത്തം കൊല്ലാനും ഒന്നും ഇടയാക്കയില്ലെന്നാണ് അവർ വിശ്വസിച്ചത്. അങ്ങനെയാണ് പ്രവാചകന്മാരെ പ്രവചിച്ചത്. പക്ഷേ ദൈവം യിരെമ്യാവിലൂടെ പറഞ്ഞത് ഓരോ കാലത്തും ഓരോ രാജ്യത്തും ആര് ഭരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാനാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഭൂമിയെയും ഇതിലെ മരങ്ങളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും സൃഷ്ടിച്ചത്. അതൊക്കെ ആരാണത് അനുഭവിക്കുന്നത്? ആരാണതിൻ്റെ ഗുണഭോക്താക്കളാകേണ്ടത്? ഈ മൃഗങ്ങളോ ഒക്കെ ആരെയാണ് സേവിക്കേണ്ടത്? മനുഷ്യനാരെയാണ് സേവിക്കേണ്ടത്? ഞാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ കാലം നെബൂഖദ്നേസർ ഭരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കീഴ്പ്പെടുക എന്നാണ്. റോമാലേഖനം 14 വായിക്കുന്നത് ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾ കീഴ്പ്പെടട്ടെ, ദൈവത്തല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ എന്നാണ്. അതുപോലെ തിമോഥെയോസ് ലേഖനത്തിലുണ്ട് അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പത്രോസ് ലേഖനത്തിലുണ്ട്. നമുക്കിഷ്ടമല്ലായിരിക്കും ഈ രാഷ്ട്രീയ കക്ഷിയെ അല്ലെങ്കിൽ ഭരണാധികാരിയെ, പക്ഷേ ദൈവമാണ് അവരെ ആക്കിയിട്ടുള്ളത്. അവർ ഭരിക്കത്തക്കവണ്ണം അനുകൂല സാഹചര്യം ദൈവമാണ് ഒരുക്കി കൊടുത്തത്. പ്രാർത്ഥിക്കുക, നല്ല ഭരണം അവർ കാഴ്ചവെക്കേണ്ടതിന് പ്രാർത്ഥിക്കുക. അത് നമുക്ക് ദോഷമാണെങ്കിൽ അത് നമ്മുടെ പാപം കൊണ്ടാണ് എന്ന് സമ്മതിച്ച് നമ്മൾ അനുഭവിക്കാൻ തയ്യാറാകുക. അല്ലാതെ ഭരണാധികാരികളെ കൊണ്ട് നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകാനല്ല, ദൈവത്താൽ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകേണ്ടതിന് നമ്മൾ നമ്മുടെ പാപങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകുക. അതാണ് വേണ്ടത്. എന്തായാലും അത്തിപ്പഴക്കട്ടയുടെ ദർശനം ഒരധ്യായത്തിൽ നാം കണ്ടു. അതിനുശേഷം നമ്മൾ പാനപാത്രത്തിൻ്റെ ഒരു ദർശനം അത് വേറൊരു അധ്യായത്തിൽ കണ്ടു. ഇപ്പോഴിതാ കയറിൻ്റെയും നുകത്തിൻ്റെയും ഒരു സാധനപാഠം. അതിലൂടെ നിങ്ങൾ ബാബേൽ രാജാവിൻ്റെ അടിമകളായി തീരും എന്ന് യഹൂദയോടും അതുപോലെ മറ്റ് അടുത്തുള്ള രാജാക്കളോടും ദൈവം അറിയിക്കുകയായിരുന്നു. യിരെമ്യാവ് അത് ചെയ്തു. പക്ഷെ അവര് മാനസാന്തരപ്പെടാൻ ആരും തയ്യാറായില്ല. സംഭവിച്ചത് വലിയ മഹാമാരിയും ക്ഷാമവും ഉണ്ടാകാൻ ആണിടയായത്. ദൈവത്തിൻ്റെ മഴയും മഞ്ഞും ഒന്നും അവർക്ക് ലഭിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കൽപ്പിക്കുന്നത്, ദൈവവചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത് അനുസരിപ്പാൻ, ദൈവത്തിന് കീഴ്പ്പെടാൻ, ദൈവത്തിൻ്റെ ശിക്ഷ അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് യഹോവ തന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. നവമി പറഞ്ഞതുപോലെ അത്യുന്നതൻ കൈപ്പായത് എന്നോട് പെരുമാറിയിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ തീർച്ചയായിട്ടും യോബിനെല്ലാം ഇരട്ടി നൽകിയതുപോലെ നമുക്ക് തരുവാൻ കർത്താവിന് സാധിക്കും. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.